ഇനി വേറൊരു കാര്യം, ഞാൻ ചാവി ഊരി കുറച്ച് നേരവും ഈ വിൻഡോനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. വേണ്ട, ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റും. കീ എൻ്റെ കയ്യിലാണ്. അത് എനിക്ക് ഒരു സംഭവം വെച്ചാൽ ഞാനിപ്പോൾ ഒരു വഴി വരികയാണെങ്കിൽ ഒരു പഴയൊരു വാഹനം അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ തിരിച്ചു പോയി എന്തുകൊണ്ടാണ് കിടക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു കുടുംബത്തിലെ ഒരാൾക്ക് അസുഖം ഉണ്ടായി എന്തോ പറ്റിയ പോലെ തോന്നുന്നു. ഇത് നമ്മുടെ നാട്ടിൽ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നില്ലേ, ഒരുപാട് ആൾക്കാർ വാങ്ങുമായിരുന്നില്ലേ എന്ന് നമ്മളുടെ വിദേശ യാത്രകളിലൊക്കെ നമ്മൾ തോന്നിപ്പിക്കുന്ന ഒരു മോഡലാണ് ടൊയോട്ട എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ RAV4 എന്ന് പറയുന്ന മോഡൽ. അതിൻ്റെ 1999 മോഡൽ വേർഷൻ്റെ കൂടെയാണ് ഇപ്പം നമ്മളുള്ളത്. ഈ റീബാഡ്ജിങ് ഒക്കെ ഇങ്ങനെ സുലഭമായ കാലത്ത്, അതായത് മറ്റു ബ്രാൻഡിൻ്റെ വാഹനങ്ങളെടുത്ത് റീബാഡ്ജ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഞാൻ പല രാജ്യങ്ങളിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് വിയറ്റ്നാമിൽ പോയപ്പം, തായ്ലാൻഡിൽ പോയപ്പം, GCCകളിൽ പോകുന്ന സമയത്തൊക്കെ തന്നെയും ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചൊരു വിഷയം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയം, ടൊയോട്ടയുടെ RAV4 എന്തുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാത്തത് എന്നുള്ളൊരു ചോദ്യമാണ്. നമുക്കിതൊരു RAV4 കിട്ടിയിരിക്കുകയാണ്. 1999 മോഡൽ RAV4 ആണ്. ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കാം, ഇതിൻ്റെ വർത്തമാനത്തെക്കുറിച്ച് പറയാം, ഇതിൻ്റെ ഫീച്ചറുകളെക്കുറിച്ച് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 1994 RAV4 എന്ന് പറയുന്ന മോഡലിനെ ടൊയോട്ട എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി വാഹന വിപണിയിലേക്ക് കൊണ്ടുവരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പി എന്നാണ് അന്നത്തെ കാലത്ത് ഓട്ടോമോട്ടീവ് വിദഗ്ധന്മാരൊക്കെ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചേസിസ് വളരെ പ്രശസ്തമായിട്ടുള്ള കൊറോളയിൽ നിന്ന് എടുത്തതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എൻജിനും അതുപോലെ തന്നെ എൻജിൻ കോമ്പോണൻറ്റും ഒക്കെ ക്യാമറിയിൽ നിന്ന് എടുത്തതാണ്. ഇതിൻ്റെ സസ്പെൻഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും സെലീക്ക GTയിൽ നിന്ന് എടുത്തതാണ്. അങ്ങനെ പല സക്സസ് ആയിട്ടുള്ള ടൊയോട്ടയുടെ മോഡലുകളിൽ നിന്ന് പല ഭാഗങ്ങളും എടുത്തിട്ടായിരുന്നു 1994 കാലഘട്ടങ്ങളിൽ RAV4 നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് 94ൻ്റെ തുടക്കത്തിൽ ഇതൊരു 2 ഡോർ വാഹനമായിരുന്നു. എന്നാൽ 95ലാണ് ഇതൊരു 5 ഡോർ വാഹനമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1999 5 ഡോർ വാഹനമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കും. ആദ്യം തന്നെ ഫ്രണ്ടിൽ നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം, ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ വാഹന വിപണിയിൽ അവൈലബിൾ ആണ്. ഇതൊരു ഫസ്റ്റ് ജനറേഷൻ വാഹനമാണ് എന്നുള്ളതാണ്. വളരെ ചെറിയ ഒരു ഗ്രിൽ പാറ്റേൺ, അത് പഴയകാല സെലീക്കയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ നമുക്ക് കാണാം. അതിനകത്ത് ടൊയോട്ടയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ചേംബർ ആയിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. രണ്ടും ഹാലജൻ ആണ്, ബട്ട് സ്റ്റിൽ അത് നല്ല ക്ലിയർ ആയിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ താഴെ ബമ്പറിനകത്താണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ആ ഒരു ഓൾഡ് സ്കൂൾ മോഡൽ അത് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബമ്പറും കാര്യങ്ങളൊക്കെയാണ്. അതിനകത്തും ഒരു എയർ ഡാം യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ബോണറ്റ് ശരിക്കും ഇത് ഫുള്ളി ഇവിടം വരെ ഓപ്പൺ ആക്കുന്ന തരത്തിലാണ്. അത് ഞാൻ ഓപ്പൺ ആവുന്ന സമയത്ത് പറയാം. ഒരു ബോണറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വാഷർ ഫ്ലൂയിഡിൻ്റെ ഭാഗവും കാണാം. വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2 വൈപ്പറാണ്. വലിയ വിൻസ്ക്രീൻ ആയിട്ടും നമുക്ക് ഫ്രണ്ട് ഭാഗത്തിൽ കാണാൻ കഴിയും. റീക്രിയേഷണൽ ആക്റ്റീവ് വെഹിക്കിൾ വിത്ത് 4 വീൽ സപ്പോർട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് RAV4. അതായത് അതിൻ്റെ ഫുൾ ഫോമാണ്. വേറെയും ചില ഫുൾ ഫോമുകളൊക്കെ പറയപ്പെടുന്നുണ്ട്, പക്ഷേ ഏറ്റവും ആധികാരികമായി കേട്ടിട്ടുള്ളത് ഈ ഒരു പേരാണ്. അന്നത്തെ കാലത്ത്, അതായത് 1994 കാലഘട്ടങ്ങളിൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, വലിയ ബൂട്ട് സ്പേസ് വേണം, ധാരാളം കാർഗോ സ്പേസ് വേണം. രണ്ടാമത്തത്, കുറച്ച് ഉയരമുള്ള വണ്ടിയായിരിക്കണം, 4 വീൽ ഡ്രൈവ് ആയിരിക്കണം, നല്ല വിസിബിലിറ്റി ആയിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയും കോർത്തിണക്കി ഇറക്കിയിട്ടുള്ള വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം എന്നുള്ള നിലയ്ക്ക് RAV4 അന്നത്തെ കാലത്ത് ഭയങ്കര സ്വീകാര്യതയായിരുന്നു. അതുകൊണ്ട് തന്നെ 2024 വരെയുള്ള 30 വർഷക്കാലയളവ് കൊണ്ട് 14 മില്യൺ വാഹനങ്ങൾ ലോകത്താകമാനം ഈ മോഡൽ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് വിറ്റുപോയ, അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട SUV എന്നൊക്കെ പറയുമ്പോഴും RAV4 അതിലൊരു സ്ഥാനമുണ്ട് എന്ന് പറയേണ്ടി വരും. വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീല് ഇതിൻ്റെ ഓണേഴ്സ് ഇപ്പം മാറ്റിയിട്ടുള്ളതാണ്. ശരിക്കും ഇതിനകത്ത് 16 ഇഞ്ച് വീൽ തന്നെയാണ് വരുന്നത്. അലോയ് വീല് കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഡ്രം ബ്രേക്കും ആയിട്ടാണ് ശരിക്കും ഇത് ക്രമീകരിക്കപ്പെട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ യൂണിറ്റിൻ്റെ ഭാഗം കാണാം. സൈഡ് വ്യൂ മിറർ അത് ഫോൾഡബിൾ ഒന്നുമല്ല, നമുക്ക് കൺട്രോളബിൾ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ആൻറ്റിനെയും കാണാൻ പറ്റും. ഓൾഡ് സ്കൂൾ ടൈപ്പ് ഡോർ ഹാൻഡിൽസ് കാണാം. ഇതൊക്കെ ശരിക്കും നമുക്കൊരു സെലീക്കയുമായിട്ട് വളരെ പെട്ടെന്ന് കണക്റ്റ് ആവുന്നുണ്ട്. ഈ ഒരു വിസിബിലിറ്റി നോക്കിയത് ഭയങ്കര അല്ലേ, എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലുള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ മോഡേൺ വെഹിക്കിൾ ആണെങ്കിലും. സൈഡ് പ്രൊഫൈൽ എനിക്ക് വളരെ പെട്ടെന്ന് എവിടേക്ക് ഒരു ലണ്ടൻ ടാക്സി ടച്ചൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എവിടേക്ക് ഒരു ലണ്ടൻ ടാക്സിയെ വളരെ പെട്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്.
ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഭാഗം കാണാം. ശരിക്കും ഇതൊരു 7 സീറ്റർ അല്ല, 5 സീറ്റർ ആണ്. ബട്ട് സ്റ്റിൽ വലിയൊരു ക്വാർട്ടർ ഗ്ലാസും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഫുൾ മെറ്റൽ പാർട്ടുകൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത്, അതായത് നമ്മുടെ സ്കിഡ് പ്ലേറ്റ് പ്ലാസ്റ്റിക് ആണ്. അത് കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടി വെച്ച തരത്തിൽ നമുക്ക് തോന്നുന്നുണ്ട്. അതായത് ഡോറിൻ്റെ ഒരു പകുതി ഭാഗവും ഏറെക്കുറെ സ്കിഡ് പ്ലേറ്റ് കവർ ചെയ്ത് നിൽക്കുന്ന പോലെയുണ്ട്. ഇനി ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്തും ഇതിന് ശരിക്കും ഒരു ക്യൂട്ട്നെസ് ഫീൽ ഉണ്ട് എന്ന് പറയാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പെയർ വീലിനെ ഇവിടെ നമുക്ക് കാണാം, അത് കവർ ചെയ്ത് വെച്ചേക്കാണ്. അത് ആ ഒരു ട്രഡീഷണൽ അതേ ലുക്ക് തന്നെയാണ്. ടെയിൽ ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാനുണ്ട്. അതായത് 3 കളറിലാണ് കൊടുത്തേക്കുന്നത്. അത് പഴയ കാലത്ത് ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് സൈഡിലേക്ക് കയറി നിൽക്കുന്നത്, അതായത് ടെയിൽ ഗേറ്റിലേക്ക് കയറി നിൽക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് വരുന്ന സമയത്താണ് ആ ഒരു സ്ഥലത്ത്, അതായത് ആ ഒരു ടെയിൽ ഗേറ്റിലേക്ക് കയറി നിൽക്കുന്ന ഭാഗത്താണ് ഈ ഒരു ടെയിൽ ഗേറ്റിൻ്റെ കൺട്രോൾ വന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് തുറക്കാൻ പറ്റുന്ന തരത്തിലാണ്. ഞാൻ പറയാം, അതിന് മുമ്പ് റേവ് 4 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ടൊയോട്ടോയുടെ ഒരു ബാഡ്ജിങ്ങും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അത് അത്ര പെട്ടെന്ന് വിസിബിൾ അല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പെയർ വീൽ അവിടെ ഉള്ളതുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എക്സോസ് പൈപ്പും കാര്യങ്ങളൊക്കെ താഴ്ഭാഗത്തും കാണാൻ കഴിയും. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റിയാണ്. കാരണം അന്നത്തെ ആളുകൾക്ക് ലഗേജ് ഏരിയ കൂടുതൽ വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു ലഗേജ് ഏരിയയും ഈ ഒരു വാഹനത്തിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഒരു 300-ന് മുകളിലുണ്ടാവും അല്ലേ, ഒരു 500 ലിറ്ററൊക്കെ ഒരു ബൂട്ട് കപ്പാസിറ്റി എന്തായാലും ഇതിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നൈസ്. റിയർ വൈപ്പർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും കാണാം. ഷാർപ്പിൻ ആൻറ്റിന കാര്യങ്ങളൊന്നുമില്ല, കാരണം ഫ്രണ്ടിൽ ഒരു ആൻറ്റിന കൊടുത്തിട്ട് തൽക്കാലം അതിനെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് ഞാൻ ഇവിടേക്ക് വായിച്ചു റേവ് 4ൻ്റെ EV വേർഷന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് സത്യാവസ്ഥയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ 1997 തന്നെ ടൊയോട്ടയ്ക്ക് റേവ് 4 EV എന്ന് പറയുന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നും ഞാൻ വായിച്ചിട്ടുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട് പിന്നെ നടക്കാതെ പോയി എന്നുള്ളത് വേറൊരു കഥ. ഏതായാലും ഇൻറ്റീരിയറിലേക്ക് വരാം. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഫാബ്രിക് അപ്പോൾസ്ട്രി, അത് കുറച്ചും കൂടി ഒരു വെൽവെറ്റ് ടൈപ്പ് മെറ്റീരിയൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ തരത്തിലുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ പൂർണ്ണമായിട്ടും ക്രമീകരിച്ചിട്ടുള്ളത്. ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം നമുക്ക് ഡോർ സൈഡിൽ നിന്ന് ആരംഭിക്കാം എന്നുള്ളതാണ്. ഡോർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ഒരു പ്ലാസ്റ്റിക് കവറിംഗ് ആണ്. എന്നാൽ ഈ ഒരു ഭാഗത്ത് ആ ഒരു ഫാബ്രിക് അപ്പോൾസ്ട്രി കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൈ ടച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിൻഡോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതിൽ ഒരു ബട്ടൺ ഓട്ടോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൻഡോ ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണ്. അതായത് 1999 തന്നെ അത് അപ്പ് ആൻഡ് ഡൗൺ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. ഡോർ ലോക്ക് ആൻഡ് ലോക്കും അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. മറ്റൊരു കാര്യം, ഇത്രയും ഭാഗത, അതായത് ഈ ഭാഗം ഇവിടെയൊക്കെ ശരിക്കും ഇത് ഫുള്ള് ലെതറിൻ്റെ ഒരു പ്ലേറ്റിംഗ് വെച്ച്, ഈ ഒരു ഭാഗത്ത് മാത്രമാണ് അങ്ങനെ കാര്യമായിട്ട് ലെതർ കൊടുത്തത്. ഇത് ആഫ്റ്റർ ചെയ്തതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിൻ്റെ കളർ ടോണും അതുപോലെ തന്നെ ആ ഒരു വിൻറ്റേജ് ലുക്കും ഒക്കെ തന്നെയും ആ ഒരു പഴയ സ്റ്റൈലാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പോക്കറ്റ് കാണാം. സ്റ്റോറേജ് സ്പേസ്, മ്യൂസിക് സിസ്റ്റവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മിററിൻ്റെ കൺട്രോളും നമുക്കിവിടെ കാണാം. ഇലക്ട്രിക്കലി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ അന്ന കാലത്ത് മുതൽ ഈ വാഹനത്തിനകത്തുണ്ട്. സ്റ്റിൽ ഫങ്ഷനിങ് ആണ് എന്നുള്ളതും ഒരു കാര്യം. വേറെ കാര്യം കൂടി പറയാം, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ടയർ ഒഴിച്ച് ബാക്കി എല്ലാം നിലവിൽ സ്റ്റോക്കായിട്ട് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിന് ഇതിൻ്റെ ഓണറിന് ഒരു വലിയ ഹാർട്സ് ഓഫ് കൊടുക്കണം. കാരണം എല്ലാം സ്റ്റിൽ വർക്കിംഗ് ആണ്, ഗുഡ് കണ്ടീഷൻ. സീറ്റ് നമുക്ക് റിക്ലൈനബിൾ ആണ് കേട്ടോ. റിക്ലൈനബിൾ സീറ്റ് വന്നിട്ടുണ്ട്. അത് അഡ്ജസ്റ്റബിളും ആണ്. നമുക്ക് മാനുവലാണ്, പക്ഷേ തൈ സപ്പോർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോഴത്തെ ചില വാഹനങ്ങളിൽ ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലും ഇല്ലാത്ത ചില വാഹനങ്ങളുണ്ട് എന്നുള്ളത് ഈ വണ്ടി അറിയണ്ട. ഓക്കെ, റൈറ്റ്. സ്റ്റിയറിംഗ് വീല് ഓൾഡ് സ്കൂൾ സ്റ്റിയറിംഗ് വീലാണ് ടൊയോട്ടയുടെ. ഇതാണ് ഹോൺ വരുന്നത്. നൈസ്. അതിൻ്റെ ഇത് ലെതർ റാപ്പിംഗ് ഇവർ എക്സ്ട്രാ ചെയ്തേക്കലാണ്, കാരണം കാലപ്പഴക്കം കൊണ്ട്. അതുപോലെ ഇവിടെയാണ് നമുക്ക് വാഹനം ഓൺ ചെയ്യാനുള്ള ഇഗ്നിഷൻ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ. ഈ കീ ഇതിൻ്റെ ഓണേഴ്സ് മാറ്റിയതാണ്. ശരിക്കും ഇത്രയും ഭാഗം ഉണ്ടാവില്ല, അതായത് ഡിജിറ്റൽ ലോക്ക് ആൻഡ് ലോക്ക് ഉണ്ടാവില്ല. പകരം ഈ ഒരു കീൻ്റെ ടൈപ്പും അതിനകത്ത് സാധാരണ ഒരു കീ കണ്ടില്ലേ, ആ ഒരു സ്റ്റൈലിലാണ് ഇതുണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. തൽക്കാലം കീനെ നമുക്ക് അവിടെ വെക്കാം. AC വെൻറ്റ്, AC സ്റ്റിൽ മിൻ കണ്ടീഷനാണ്, നല്ല കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്ലസ്റ്ററിലേക്ക് വരാം. ഗേജസ് 3 ഗേജസ് ആയിട്ട് കൊടുത്തേക്കണം. ശരിക്കും ആക്ച്വലി 4 ഉണ്ട്, ഒന്നിനകത്ത് 2 കൊടുത്തിട്ടുണ്ട്. ഫ്യൂലും അതുപോലെ തന്നെ ടെമ്പറേച്ചറും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സ്പീഡോമീറ്റർ കാണാം. റൈറ്റ് സൈഡിൽ നമുക്ക് RPM മീറ്റർ കാണാം. 6200 RPM റെഡ് ലൈൻ ചെയ്തിട്ടുള്ളത്. എൻജിൻ വാണിങ്ങും കാര്യങ്ങളും സ്റ്റിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഡോർ ഓപ്പൺ ആയതുകൊണ്ട് അവിടെ ഡോർ സിഗ്നൽ കത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ക്ലസ്റ്റർ യൂണിറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇനി ഇതിൻ്റെ ഡാഷ്ബോർഡിനെ കുറിച്ച് പറയാം. ഫുള്ളി പ്ലാസ്റ്റിക് ഡാഷ്ബോർഡാണ്. ബട്ട് സ്റ്റിൽ ഇതിന് കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം വെച്ചാൽ ചില വാഹനങ്ങളിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പഴയ വാഹനങ്ങൾ കേട്ടോ, ഇവിടെ വെയിൽ കൊണ്ടിട്ട് ഇതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നാറുണ്ട്. പക്ഷേ ഇതിനകത്ത് അത് വന്നിട്ടില്ല. അത് ഇതിൻ്റെ മെയിൻറ്റെയിനിങ് ഗുണമായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, 2 AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ക്ലോക്ക് കാണാം.
സെയിം ടൈമാണ്, ഒരു പ്രശ്നമില്ല. 3:44 നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം 3:44 താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൻ്റെ കൺട്രോൾ കാണാം. അത് വർക്കിംഗ് ആണ്. ഞാൻ വേണമെങ്കിൽ ഇത് ഓണാക്കി അടിക്കാം കേട്ടോ. AC ഓണാണ്. സൗണ്ട് എനിക്ക് കേൾക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അതുപോലെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഭാഗം ഇവിടെ നമുക്ക് കാണാം. ഹസാർഡ് ലാമ്പ് ഫങ്ഷനിങ് ആണ്. നമുക്ക് ഇതിനകത്ത് രണ്ടും ഫങ്ഷനിങ് ആണ്. നൈസ്. പവർ ബട്ടൺ മാനുവൽ, അത് AC ബട്ടണാണ്. അതുപോലെ തന്നെ വിൻഷീൽഡിലേക്കുള്ള ബട്ടൺ നമുക്കിവിടെ കാണാം. മ്യൂസിക് സിസ്റ്റം ഇത് പുതിയതാണോ എന്ന് എനിക്കറിയില്ല, പയനിയർ, പക്ഷേ സ്റ്റിൽ അവിടെ ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ പഴയ കാലത്ത് എന്തെങ്കിലും കൺട്രോൾ യൂണിറ്റ് ഉണ്ടായിരുന്നോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അവ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതും കൂടി ചേർത്ത് പറയണം അല്ലേ. റിയർ വ്യൂ മിറർ ഇവിടെ കാണാം. സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്. ഷീൽഡ് കാണാം. ഇവിടെ ഇതിനകത്ത് മിറർ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. ഇപ്പോൾ പുതിയ കാറിനകത്ത് ഇങ്ങനത്തെ ഒരു സാധനം വരുന്നത്. തുറക്കുന്ന സമയത്ത് ഇവിടെ ചുറ്റിലും ലൈറ്റ് എത്തും. അതിൻ്റെ പഴയ ഒരു മാഗ്നറ്റിക് സാധനമാണ്. നൈസ്. ലാമ്പ് അത് വർക്കിംഗ് ആണ് കേട്ടാ. അടിപൊളി, സൂപ്പർ. ഇതിൻ്റെ ഓണറിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ അത്രയും നീറ്റായിട്ട് ഇത് കൊണ്ട് നടക്കുന്നുണ്ട്. സെൻട്രൽ കൺസോളിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ബ്രില്യൻസ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗം കണ്ട, ഇവിടെ നോക്കൂ, കപ്പ് ഹോൾഡർ. നൈസായിട്ട് ഒരു കപ്പ് ഹോൾഡറിനെ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു അടിപൊളി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ ഇവിടെ നമുക്ക് ആഷ്ട്രേ കാണാം. അന്നത്തെ കാലത്ത് സ്മോക്കിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ലക്ഷറി വണ്ടികളിൽ മാത്രമാണ് ഈ സ്മോക്കിംഗ് സംഭവം ഉള്ളത്. ട്രാൻസ്മിഷൻ മാനുവലിനകത്തും അവൈലബിൾ ആയിരുന്നു. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇവിടെ നോക്കി, ഇത് ജാപ്പനീസ് ലാംഗ്വേജിനകത്ത് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചില്ലറ പൈസ ഹോൾഡറാണെന്ന് തോന്നുന്നുണ്ട്. ഇതൊന്നും പുതിയ വാഹനങ്ങൾ നമ്മൾ അധികം കാണാത്തതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാം. ഹാൻഡ് ബ്രേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നൈസ്. നിങ്ങൾ നോക്കൂ, ഇപ്പം ഞാനൊരു 6 അടി ഉയരക്കാരനാണ്. ഈ 6 അടി ഉയരമുള്ള ഞാൻ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എത്രമാത്രം സ്പേസ് ഈ വാഹനത്തിനകത്തുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ആ ക്യാമറയിലൂടെ കാണുന്ന സമയത്ത് ഒന്ന് റിയലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. നോക്കിയാൽ 10 വിരലിൻ്റെ ഹെഡ് റൂം എനിക്കിവിടെ ഉണ്ട്. നല്ല ലെഗ് റൂം ഉണ്ട്. നല്ല വിസിബിലിറ്റി ഉണ്ട്. ശരിക്കും എൻ്റെ കണ്ണിൻ്റെ പരിധിക്ക് മുകളിലാണ് ഇതിൻ്റെ എല്ലാ വിൻഡോകളും വരുന്നത്, വിൻഡോ ലൈൻസ്. ഇവിടെ ആണെങ്കിലും ഇപ്പോൾ എൻ്റെ കണ്ണിൻ്റെ പരിധി ഈ ഒരു ഭാഗത്താണ്. ഇത്രയും ഭാഗം എനിക്ക് ഓപ്പണാണ്. അത് അതേപോലെ ഇവിടെയും ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിനെ സംബന്ധിച്ചോളം ഇതിലിരുന്നിട്ട് എനിക്ക് എല്ലാ കാഴ്ചകളും തടസ്സമില്ലാണ്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും ഒരു ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഞാൻ ഇതിനകത്ത് കയറിയ സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഇനി വേറൊരു കാര്യം, ഞാൻ ചാവി ഊരി കുറച്ച് നേരവും ഈ വിൻഡോനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. വേണ്ട, ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റും. കീ എൻ്റെ കയ്യിലാണ്. കുറച്ച് സമയം കൂടി അതിൻ്റെ ഒരു പവർ കിട്ടും. നമ്മൾ കുറച്ച് നേരം കൺട്രോൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ പടിക്ക് പോവുകയും ചെയ്യും എന്നതാണ്. കുറച്ച് സമയം എന്തായാലും കിട്ടുന്നുണ്ട്. സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അതിനകത്തൊരു ഹോളൊക്കെ കൊടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള ഒരു ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. നൈസ് സംഭവം, അടിപൊളി കേട്ടോ. ഇനി ബാക്ക് സീറ്റ് ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓടിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും കൂടി ഒന്ന് സംസാരിക്കാം. സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ആദ്യം പറയാം. കാര്യമായിട്ടുള്ള ലെഗ് റൂം ഇല്ല. തൈ സപ്പോർട്ടും ഞാൻ വിചാരിച്ച പോലെ ഒന്നുമില്ല. കുറച്ച് കുറവാണ്, കുറച്ചധികം കുറവാണ്. കാരണം ചെറിയ സീറ്റാണ്. ബട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെ സീറ്റ് റിക്ലൈനബിൾ ആണ്. ഇങ്ങനെ നമുക്ക് കിടന്നു പോവാം. അത് ആവശ്യമില്ലെങ്കിൽ ഇങ്ങോട്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുകയും ചെയ്തോളൂ. ഇതാണ് സംഭവം കേട്ടോ. ഇവിടെ നമുക്ക് ഒരു ഹുക്ക് പോലത്തെ ഒരു സാധനം കണ്ടില്ലേ, ഇതും കൊണ്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നൈസ്. റിക്ലൈനബിൾ റിയർ സീറ്റ്. ഏത് 1999 കാലഘട്ടങ്ങളിൽ. അതേപോലെ 1999 മറ്റൊരു അത്ഭുതമാണ് ഈ വിൻഡോയും പവർ വിൻഡോയാണ്. ഇവിടെ ഉണ്ടോ ഈ സാധനം? ഇത് ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു ഇലക്ട്രിക് സപ്പോർട്ട്. ഫയൽ പോക്കറ്റ് ഇവിടെ നമുക്ക് കാണാം. ഹെഡ് റൂം ധാരാളം ഉണ്ട്. ഫ്രണ്ടിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിസിബിലിറ്റിയും നല്ലതാണ്. എവിടെയും അങ്ങനെ കാര്യമായിട്ടുള്ള തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി നമ്മൾ എൻജിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഈ ഭാഗം മൊത്തമായിട്ട് ഓപ്പൺ ആക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഓപ്പണിങ് വന്നിട്ടുള്ളത്. അതായത് ഹുഡിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രട്ടോ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ തന്നെ ഇത് ചെയ്യണം. ഇതിനകത്തൊരു 2 ലിറ്റർ എൻജിനാണ്, പെട്രോൾ എൻജിനാണ് വരുന്നത്. 119 PS പവർ മുതൽ 137 PS പവർ വരെയാണ്. അതായത് 1994 മുതൽ 99 വരെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. 132 Nm ടോർക്കും ഒരു 10-12 ഒക്കെയാണ് അന്നത്തെ കാലത്ത് ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് വാഹനം ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് അതൊരു വലിയ ഫിഗർ ആയിരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. ബാറ്ററി പുതിയത് വെച്ചതാണെന്നുള്ള ഒരു ഗ്രീൻ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലേ. ബട്ട് സ്റ്റിൽ ഈ എൻജിൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ജാപ്പനീസ് ഭാഷകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും.
നൈസ്. ഇതൊരു V6 എഞ്ചിനാണ്. നൈസ്. ഭയങ്കര സ്മൂത്താണ് സ്റ്റിൽ. ശരിക്കും നമ്മളെപ്പോഴും പറയാറുണ്ട് ടൊയോട്ട എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിലൊന്ന് അവരുടെ എൻജിൻ ഭയങ്കര റിലയബിൾ ആയിരിക്കും, ഭയങ്കര കേപ്പബിളും ആയിരിക്കും. ആ രണ്ട് കാര്യങ്ങളും ഇതിനകത്ത് ഓക്കെയാണ്. വേറൊരു കാര്യം, റേവ് 4 എന്ന് പറയുമ്പോൾ എല്ലാം 4 വീൽ ഡ്രൈവ് വാഹനങ്ങളാണ് എന്ന് വിചാരിക്കരുത്. അന്നത്തെ കാലത്തെ ഇതിന് 2 വീൽ ഡ്രൈവ് ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരു 2 വീൽ ഡ്രൈവ് വാഹനത്തെയാണ്, 4 വീൽ ഡ്രൈവ് വാഹനത്തിനാണ്. റേവ് 4 എന്ന് പേരുണ്ടെങ്കിലും 2 ഓപ്ഷനിലും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. എന്നാലും ഇപ്പോഴത്തെ കാലത്ത് ഇതിന് പുതിയ വാഹനങ്ങൾക്ക് വില പറയാൻ പറ്റുള്ളൂ. അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണുള്ളത്. ഇന്ത്യയിൽ റേവ് 4 ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇതൊരു ക്ലാസിക് ടൈപ്പ് വാഹനം ആയതുകൊണ്ട് തന്നെ ഇതിന് ഇപ്പം നമ്മൾ വില പറയൽ അസാധ്യവുമാണ് എന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ ഓണറോട് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അതിന് മുമ്പ് നമുക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ അവസാനിപ്പിക്കുകയും ചെയ്യാം. റേവ് 4ൻ്റെ 1999 മോഡൽ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്തെ ആദ്യത്തെ 1-2 ക്യാരക്ടർ, അത് ഞാൻ ഈ ഒരു വാഹനം ഇപ്പോഴല്ല ഞാൻ ഓടിക്കുന്നത്, കുറച്ച് മുമ്പ് ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഷൂട്ടിന് വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത്. അപ്പോൾ ആദ്യമായിട്ട് ഈ വാഹനത്തിനകത്തേക്ക് കയറിയിരുന്ന സമയത്ത് എനിക്ക് തോന്നിയില്ല 2-3 കാര്യങ്ങൾ. ഞാൻ കുറച്ചുകൂടി ഇപ്പോൾ ഈ ഒരു വാഹനം കാണുമ്പോൾ കുറച്ച് ഉയരുള്ളൊരു വാഹനമാണ്, പക്ഷേ എന്നാൽ അതിനേക്കാൾ കുറച്ചൊരു താഴെയുള്ള പൊസിഷനിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ഈ ഒരു ഹൈറ്റാണ്. അതായത് ഇവിടം വരെയുള്ള ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അത് ശരിക്കും ഭയങ്കര വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീല് ശരിക്കും നമുക്ക് തരുന്നുണ്ട്. രണ്ടാമത്തൊരു കാര്യം, സ്പേസ്. ഇപ്പം ഈ ഒരു സ്റ്റിയറിംഗ് വീലിനും ഞാനും തമ്മിലുള്ള ഇടയിലുള്ള ഗ്യാപ്പാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് കിട്ടുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു വാഹനത്തിനകത്തേക്ക് കയറിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഇതിൻ്റെ എൻജിനാണ്. ആക്ച്വലി ഇത് ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിനാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റവ് ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിൻ. 1999 ഒരു എൻജിൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഇപ്പോഴത്തെ കാലത്തേക്ക്, അതായത് 30 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു 24-26 വർഷങ്ങൾക്ക് ശേഷം ഇത് ഇത്ര റിഫൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു തോട്ട്. അത് നമ്മളൊരു മൈൻഡിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. പക്ഷെ ആ ഒരു മൈൻഡിൻ്റെ തോട്ടിനെ ശരിക്കും ഇത് സിംപിളി ഓവർകം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിൻ, സ്റ്റിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ബട്ട് ഇത് എങ്ങനെയാണത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് ഓണറിൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുകയും വേണം. കാരണം എൻജിൻ മാത്രമല്ല കേട്ടോ, ഈ വാഹനത്തിൻ്റെ പല കാര്യങ്ങളും ഭയങ്കര മിൻറ്റ് കണ്ടീഷനിലാണുള്ളത്. അപ്പോൾ അത് എങ്ങനെ നിലനിർത്തുന്നു എന്നുള്ളത് ഒരു ആശ്ചര്യ ഘടകമാണല്ലോ. പ്രത്യേകിച്ച് 99 പാർട്സ് അത് ഇപ്പോഴും അവൈലബിൾ ആണോ, പുതിയ വാഹനത്തിൻ്റെ പാർട്സുകൾ ഇതിന് വെക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് എൻ്റെ മൈൻഡിലുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിന് മുമ്പ് സസ്പെൻഷനും അത്യാവശ്യം നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ പല പാർട്സുകളും, ഇതിനെ ശരിക്കും ഓട്ടോമോട്ടീവിനകത്ത് അവർ വിശേഷിപ്പിച്ചത് ഒരു യുണീക്ക് റെസിപ്പി എന്നാണ്. അതായത് ഇതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ റോളയിൽ നിന്നാണ്, സസ്പെൻഷനും എലമെൻറ്റുകളും ഒക്കെ വന്നിട്ടുള്ള സെലീക്കയിൽ നിന്നാണ്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവരുടെ പ്രൂവൺ ആയിട്ടുള്ള എല്ലാ എലമെൻറ്റുകളും വെച്ചതുകൊണ്ട് തന്നെ ശരിക്കും ടൊയോട്ടനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന റേവ് 4 ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, അടിപൊളി. ഓക്കെ, എനിവേ, അപ്പം ആ ഒരു ഗുണം ശരിക്കും ഇവരുടെ ഈ ഒരു വാഹനത്തിൻ്റെ കോൺഫിഡൻസിൻ്റെ കാര്യത്തിലും അവർക്ക് ഉണ്ടായിരിക്കും. കാരണം കൊറോള ആണെങ്കിലും സെലീക്ക ആണെങ്കിലും ക്യാമറി ആണെങ്കിലും ഒരുപാട് കാലമായിട്ട് വാഹന വിപണിയിൽ പ്രൂവൺ ചെയ്തിട്ടുള്ള മോഡലാണ്. അതിൻ്റെ പല എലമെൻറ്റുകളും ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചും കൂടി ഒരു ഹാസിൽ ഫ്രീ ആണല്ലോ. അത് ഈ ഒരു ക്വാളിറ്റി ഓഫ് ഡ്രൈവിൻ്റെ കാര്യത്തിലും നല്ല രീതിയിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ സസ്പെൻഷൻ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആണ്. 178 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 4x4ഉം ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ കൂടി വരുമ്പം ഏത് റോട്ടിലേക്കും, അതായത് ഓഫ് ദി റോഡ് ഇറക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. സിറ്റിംഗ് പൊസിഷൻ ഓക്കെ ആണ് സ്റ്റിൽ. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, താഴേക്ക് ഇരിക്കുന്നു എന്നുള്ളൊരു ഫീല് ഉയരമുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ ഉയരമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം വണ്ടീൻ്റെ ഹൈറ്റും നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റും ഒക്കെ പെട്ടെന്ന് തലകുത്തി മറിയുന്ന പോലത്തെ ഒരു ഫീല് വരും. അത് ഡ്രൈവിനിടയിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സീറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതൽ ഹൈറ്റിൽ ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീല് ജനറേറ്റ് ചെയ്യാനും പറ്റില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഇത് ഭയങ്കര SUV ആണ്. അത് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു SUV ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ലുക്ക് വൈസും ഇതിനകത്ത് കയറിയിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കമാൻഡിങ് വ്യൂ, അതിനെ പറയാൻ പറ്റും. കമാൻഡിങ് സ്പേസ് എന്ന് ഞാൻ പറയുന്നില്ല, കമാൻഡിങ് വ്യൂ. സ്പേസും ഉണ്ട്, കമാൻഡിങ് സ്പേസും കമാൻഡിങ് വ്യൂവും. കമാൻഡിങ് പൊസിഷൻ എന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരു വ്യൂവിൻ്റെ കാര്യത്തിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നുള്ളതാണ്. പിന്നെ ഇതൊരു ഓൾഡ് സ്കൂൾ വാഹനമാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൺട്രോൾ പലതും ഓൾഡ് സ്കൂൾ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഭയങ്കര അപ്പ് മാർക്കറ്റ് ഒന്നുമല്ല, ഒരു 112 to 137 ഇൻ ബിറ്റ്വീനാണ് ഇതിൻ്റെ ഹോഴ്സ് പവർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പല മോസ്റ്റ് മോഡേൺ വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്യാനൊക്കെ കുറേ സമയം എടുക്കും. അതുപോലെ തന്നെ ഭയങ്കര പവർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര റിഫൈൻഡ് ആയിട്ട് ഭയങ്കര കാമായിട്ട്
ഇപ്പോഴും ഇത് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും വലിയൊരു ഘടകമാണ്. അതായത് ആഫ്റ്റർ 25 to 26 years സ്റ്റിൽ നമുക്കിത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നു എന്ന് പറയുന്ന സമയത്ത് അതൊരു പ്ലസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ടൊയോട്ട എഞ്ചിനുകളിലും അതുപോലെ ചില വണ്ടികളുടെ എഞ്ചിനുകളിലും മാത്രം കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. എത്ര ബോഡി ഡാമേജ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാലും എൻജിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യും, ആ വാഹനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ളതാണ്. അത് വീണ്ടും നമുക്ക് RAV4ൻ്റെ 99 മോഡലിനകത്ത് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിലൂടെ കടന്നുപോയ കാര്യങ്ങളും എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള കാര്യങ്ങളും. ഭയങ്കര കംഫർട്ടബിൾ ഡ്രൈവാണ് സ്റ്റിൽ എന്നുള്ളതും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സ്റ്റിൽ ഫങ്ഷനിങ് ആണ് എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആശ്ചര്യം നൽകുന്ന ഘടകം തന്നെയാണ്. അത് അങ്ങനെ തന്നെ കുറേ കാലം ഉണ്ടാവുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിന് കാരണക്കാരനായിട്ടുള്ള ആൾ ഇതിൻ്റെ ഓണർ ഷെരീഫ് ക, അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടണം. ആ സമയത്ത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ കൂടുതൽ സംസാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഷെരീഫ് ക. വെൽക്കം ടു അവർ ചാനൽ. ശരിക്കും നമുക്ക് പ്രധാനമായിട്ടും സംസാരിക്കുന്നത് ഞാൻ RAV4നെ ബേസ് ചെയ്തിട്ടാണ്. അതിന് മുന്നേ ഷെരീഫ് ഖാനൊന്ന് പരിചയപ്പെടാം. അരീക്കോടുകാരനാണ്. എപ്പോഴാണ് ഈ വണ്ടിപ്രാന്ത് കയറി വന്നത്? വണ്ടിപ്രാന്ത് ഒരുപക്ഷെ മമ്മൂട്ടി പറഞ്ഞ മാതിരി ജനിച്ച മുതലേ എല്ലാം ഉള്ളതാണ്. ഈ ഒരു ലൈഫ് സ്പാനിൽ ശരിക്കും എത്ര വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ടാവും? അറൗണ്ട് 60 ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇതിലിപ്പോൾ നിലവിൽ എത്ര കാർ ഓൺ ചെയ്യണം? ഇപ്പോൾ 6 ആണോ? 6 ക്ലാസിക് ആണോ? അത് ഈ ക്ലാസിക് അല്ല, ഈ ക്ലാസിക്കിനോടൊരു പ്രണയം അതൊരു പ്രത്യേകത ഇതല്ലേ? അത് എനിക്ക് ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു വഴി വരികയാണെങ്കിൽ ഒരു പഴയൊരു വാഹനം അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ തിരിച്ചു പോയി എന്തുകൊണ്ടാണ് കിടക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് അസുഖം ഉണ്ടായി എന്തോ പറ്റിയ പോലെ തോന്നുന്നു. അങ്ങനെ റിക്കവർ ചെയ്യാറുണ്ടോ വണ്ടികൾ? പൊതുവെ ഞാൻ അത് കൊടുക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവെ എടുക്കാറുണ്ട്. സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാറുള്ളത്. അതിപ്പോ മോന് പറഞ്ഞു കിട്ടുമ്പോൾ W124 ഭയങ്കര ഡെഡ് സ്റ്റാറ്റസ് ആയിരുന്നു എന്ന് പറഞ്ഞു. അത് പിന്നീട് റെഡിയാക്കി എടുത്തു. ശരിക്കും RAV4ലേക്ക് വരുമ്പോഴേ നമ്മളിപ്പം വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പല കാര്യങ്ങളും സ്റ്റിൽ മിൻ കണ്ടീഷനാണ്, എല്ലാം OG ആണ്, ഒക്കെ അതാണ്. അതെങ്ങനെയാണ് ശരിക്കും അത് നിലനിർത്തുന്നത്? ശരിക്കും ഭയങ്കര ടാസ്ക് അല്ലേ അത്? ഞാൻ വണ്ടി റീസ്റ്റോർ ചെയ്യുമ്പോൾ ആ ഒറിജിനൽ കണ്ടീഷനിൽ മാത്രം, ഞാൻ ഒരിക്കലും മോഡിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അപ്പൊ ഏതൊരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ പാർട്സ് എവിടെയാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഇതിന്റെ ബ്രേക്ക് പാഡ് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉമ്മാണ്ട് പറഞ്ഞു എനിക്ക് ബ്രേക്ക് പാഡ് മേടിക്കാൻ പോകണ്ട. ഞാൻ ദുബായിൽ പോയി മേടിച്ച് തിരിച്ചു പോകുന്നതാണ്. എനിക്ക് അതിന്റെ കോസ്റ്റിനെ കുറിച്ച് അത് എല്ലാ സാധനവും ഒറിജിനൽ ആയിട്ട്. ഇതിൽ ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്ന വീലിന്റെ കേസ് മാത്രമായിരുന്നു. വീല് ശരിക്കും ഒറിജിനൽ തന്നെയാണോ? ടയർ കുറച്ചൊരു സൈസ്, മറ്റേ ഒക്കെ സെയിം തന്നെ, ഒന്നും ചെയ്തില്ല. അത് തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ പാർട്സുകൾ അവൈലബിലിറ്റി ശരിക്കും ഇതൊരു 1999 മോഡൽ വണ്ടിയാണ്. RAV4 ലേറ്റസ്റ്റ് എഡിഷൻ ഒക്കെ ഇറങ്ങുന്നുണ്ട് വിദേശത്ത്. അപ്പൊ അതിന്റെ ഏതെങ്കിലും സാധനങ്ങൾ ഇതിന് ഫിറ്റ് ആവോ അതോ ഇതിനായിട്ട് സെപ്പറേറ്റ് വേണോ? ഈ 2000 മോഡൽ അല്ലെ 2000 വരെയുള്ള മോഡൽ വേറെ തന്നെയാണ്. അപ്പൊ അതിന്റെ പാർട്സ് എവിടെ കിട്ടുമോ അത് എനിക്കറിയാം. ഞാൻ ഷാർജയിൽ പോയിട്ട് അവസാനം മേടിച്ചു, അവിടെ മേടിച്ചിട്ട് വരും. അങ്ങനെയാണ്. അപ്പൊ അധികം വിദേശത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പൊ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിലോ ലോക്കലി നന്നാക്കാൻ പറ്റും. ശരിക്കും ഒരു ക്ലാസിക് ലിവിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ലക്ഷറി ലിവിംഗ് എന്ന് പറഞ്ഞ പോലെ വേറൊരു സെഗ്മെന്റ് അല്ലേ? അതെങ്ങനെയാണ് ശരിക്കും ഒരു പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല. അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എനിക്കറിയില്ല. ഈവൻ നമ്മൾ പാട്ട് പോലും ഈ പുതിയ തലമുറയുടെ പാട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളല്ല. അപ്പൊ ആ രീതിന്റെ എല്ലാം ഒരു ക്ലാസിക് ടച്ചാണ്. അത് ശരിക്കും എക്സ്പെൻസീവ് ആണോ ഈ ക്ലാസിക് ഗെയിം? ക്ലാസിക് ഗെയിം എന്ന് പറഞ്ഞാല് എക്സ്പെൻസീവ് ആണോന്ന് ചോദിച്ചാൽ അത് ഇപ്പൊ നമ്മളൊരു 1, 2, 3 ഒരു പാർട്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ജർമ്മനിയിൽ നിന്ന് വരുത്തിക്കണം. ചിലപ്പോൾ ഞാൻ അതേപോലെ തന്നെ എന്റെ കൂട്ടുകാരൻ UK യിലുണ്ട്, അവനെ കൊണ്ട് വരുത്തിക്കും. അപ്പൊ അങ്ങനെ കുറച്ചൊരു ചെയ്യുന്ന സംഭവം എന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ അതേപോലെ തന്നെ അത് ഫ്ലൈറ്റ് വഴി വരികയാണെങ്കിൽ ഉള്ള ഒരു എക്സ്പെൻസ് ഉണ്ട്. നമ്മുടെ ഈ കസ്റ്റംസിൽ ഓൾമോസ്റ്റ് ഒരു 42% 50% ഒക്കെ അതിന്റെ ടാക്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ സ്റ്റിൽ അതൊരു പാഷനാണ് അല്ലേ? ഇനി ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഡ്രീം വെഹിക്കിൾ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇത് അങ്ങനെ ചെയ്ത സാധനമാണ്. ഡ്രീം ആയിട്ട് ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസത്തോളം OLX പരതി, ഫേസ്ബുക്കിൽ പരതി. ഇത് വാങ്ങുമ്പോൾ എത്രയായിരുന്നു അന്ന്? 4 something. ഇതിപ്പോ വിൽക്കോ നിങ്ങള്? അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഞാൻ OLX ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര ആസ്കിംഗ് പ്രൈസ്? 9 something കിട്ടുകയാണെങ്കിൽ ഇത് കൊടുക്കും. കുറഞ്ഞു കൊടുക്കണതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. അത് അത്രയും വേർത്താണ്. ഓൾമോസ്റ്റ് 3 lakhന്റെ മുകളിൽ ഞാൻ എന്റെ മുകളിൽ പിന്നെ വീണ്ടും ചെയ്യാൻ വേണ്ടി ചെയ്തിരുന്നു. ഓക്കെ. ഇനി അങ്ങനെ ഒരു ഡ്രീം വെഹിക്കിൾ ഏതെങ്കിലും ഉണ്ടോ? ഒരു പഴയ ഒരു ലാൻഡ് ക്രൂസർ കിട്ടിയതുകൊണ്ട് ആലോചിക്കുന്നത്. ഡിഫൻഡർ ഏത് ഇയർ ആയിരിക്കും എടുക്കുന്നത്? ഒരു 70 ഒക്കെ. അതെന്താണ് അങ്ങനെ ഒരു
പഴയ വാഹനങ്ങളോട് ശരിക്കും ഒരു പാഷൻ വരാൻ റീസൺ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്ക് ഒന്നാമത് എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനെ ഞാൻ പറയാം, ആ ഒരു പിന്നെ സെഗ്മെന്റിൽ ഞാൻ കണ്ടു തുടങ്ങിയിട്ടുള്ള സാധനങ്ങളല്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു നമ്മളുടെ ചൈൽഡ്ഹുഡ് ഗ്രോ ആയതുപോലെ മേ ബി. കാരണം എനിക്ക് 2005 മോഡൽ ബെൻസ് ഉണ്ടായിരുന്നു, 2008 ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്തത് 2005 ആയിരുന്നു. കുറച്ചും കൂടി എനിക്ക് റിലയബിലിറ്റി ഇൻ ദ സെൻസ് ഈ ഇപ്പോഴത്തെ പുതിയ ഇലക്ട്രിക്കൽ ഇഷ്യൂസ് കാര്യങ്ങൾ അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ആ ഒരു ചോദ്യത്തിലേക്ക് വരാൻ വേണ്ടി പോവായിരുന്നു. അതായത് ഇപ്പം നിങ്ങൾ ഒരു ക്ലാസിക് വണ്ടി ഓടിക്കുന്ന ആളാണ്, വിന്റേജ് ഓടിക്കുന്ന ആളാണ്, അതിൽ നിന്ന് മാറിയിട്ട് ഒരു മോഡേൺ വണ്ടികളും എന്തായാലും ഈ ഒരു ലൈഫ് സ്പാനിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു പുതിയ ഇലക്ട്രോണിക് കാറുകളും പഴയ ഓൾഡ് സ്കൂൾ മെക്കാനിക്കൽ കാറുകളും തമ്മിലൊക്കെ ഒരു പെട്ടെന്ന് കുറച്ച് വ്യത്യാസങ്ങൾ പറയാൻ പറ്റിയതൊക്കെ ആയിരിക്കും. ഒന്ന് കുറച്ച് റിസ്ക് കുറവാണ്, ഇവർക്ക് ഇലക്ട്രിക്കൽ ഫോൾട്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ മനസ്സിലാവും. മറ്റത് അങ്ങനെ അല്ലല്ലോ, എന്താണ് പ്രശ്നം എന്ന് അറിയില്ല എന്ന് പറയും. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ റിലയബിലിറ്റി കുറച്ചും കൂടെ കൂടുതൽ എനിക്ക് തോന്നാറുണ്ട്. ഏതിന്? പുതിയതിനോ? അല്ല, പഴയതിന്. കാരണം എന്താ വെച്ചാല് പിന്നെ നമ്മളെ ഒറിജിനൽ പാർട്സ് ഇടണം, പക്ഷെ അതിട്ട് അതിന്റെ ലൈഫ് കുറച്ചും കൂടെ കൂടുതലായിട്ട് കിട്ടാം. അപ്പൊ ഏത് സാധനം ഇപ്പൊ ഞാനിപ്പോ 1, 2, 3 2013 മുതൽ ഞാൻ ഓൺ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളായിട്ട് പാർട്സ് വരുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കണം മാത്രം. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. ഒരു ക്ലാസിക് കാർ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഒരു ഉപദേശം കൊടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി എന്ത് പറയും? അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ട് കൊണ്ട് നടക്കാവുന്ന വാഹനങ്ങളിൽ കുറച്ച് ഒരു ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് സാധാരണ ഇപ്പൊ നമ്മള് ഒരു നോർമൽ കിട്ടുന്ന ഒരു വാഹനങ്ങളിൽ ഇപ്പൊ മെഴ്സീഡസ് ബെൻസ് ആണെങ്കിൽ, അതേപോലെ തന്നെ ഇപ്പൊ ഈ ഡിഫൻഡർ ആണെങ്കിൽ, അങ്ങനത്തെ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഒരു ഹെഡ് ടേണർ ആയിട്ട് നമുക്ക് തോന്നുന്ന പല വാഹനങ്ങളുണ്ടല്ലോ. അപ്പോൾ ആളുകളുടെ ഇടയിൽ പിന്നെ ഒരു അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത് നമുക്ക് അത് കുറച്ചും കൂടെ നമുക്കത് ഫീൽ ചെയ്യും, നമുക്ക് നമ്മൾ ഓൺ ചെയ്യുന്നത് ഒരു ഇത്രയും വർത്തായിട്ടുള്ളൊരു വണ്ടിയാണ്. ഇപ്പോൾ ഈ വാഹനത്തിന് തന്നെ ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 60 ലാഖിന്റെ അടുത്താണ് പുതിയ മീൻസ് ഞാൻ ഇപ്പോൾ പുതിയൊരു ടൈപ്സ് ആണ്. പക്ഷെ ആ ടൈപ്പിൽ നോക്കുമ്പോൾ നമുക്ക് അത്രയും വർത്തായിട്ടുള്ളൊരു വണ്ടി നമ്മൾ ഇപ്പോഴും ഓൺ ചെയ്ത് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നു. അതും മേജർ ഇഷ്യൂസ് ഒന്നുമില്ല, മേജർ എന്നല്ല, ഈവൻ മൈനർ ഇഷ്യൂസ് പോലും ഇത്രയും ടൈമിന്റെ ഇടയിൽ വന്നിട്ടില്ല. ഞാൻ കൊണ്ടുവന്ന സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് ഇഷ്യൂസ്, അതായത് ഇപ്പോൾ ഈവൻ നമ്മുടെ ഈ മൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൗണ്ട് ബുഷസ്, അങ്ങനത്തെ സംഭവങ്ങൾ, ബാക്കിയുള്ള കുറച്ച് ബുഷസുകൾ, അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രമേ പ്രശ്നം വന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഇത്രയും ലോങ് ആയിട്ട് നമുക്ക് ഓടാൻ പറ്റുന്ന വളരെ റിലയബിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ വാഹനങ്ങളാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ വളരെ എന്താ പറയുക, സിൻസിയർ ആയിട്ട് പറയുകയാണെങ്കിൽ അത് ക്ലിയർ ആണ് വാഹനങ്ങൾ. കുറച്ചും കൂടെ അന്ന് റോഡില്ലാത്ത കാലഘട്ടം, ആ കാലഘട്ടത്തിൽ വേണ്ടിയിട്ട് നിർമ്മിച്ച വാഹനങ്ങളായതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടി റിലയബിൾ ആണ് ഈ വണ്ടികൾ. ഈ പുതിയ റോട്ടിലൊക്കെ ഒരു കുഴപ്പമില്ലാതെ കൊണ്ടുപോകും. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 400 കിലോമീറ്റേഴ്സ് കണ്ടിന്യൂസ് സിംഗിൾ ഡ്രൈവ് പോയിട്ടുണ്ട്, അതിന്റെ ഇടയിൽ ഊൺ കഴിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ അതിലൊക്കെ എനിക്ക് ഒരു ഇഷ്യൂസും ഇതുവരെ ഉള്ള പാർട്സുകൾ, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പാർട്സുകൾ എപ്പോഴും ജെനുവിൻ പാർട്സ് ആയിട്ട് ഉപയോഗിക്കാൻ. ജെനുവിൻ പാർട്സുകൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക പഴയ വാഹനങ്ങൾക്ക്. എനിക്ക് തോന്നുന്നത് ഹാനിക്കന്റെ ഒരു വീഡിയോയിൽ ഇപ്പൊ ഞാൻ ലാസ്റ്റ് മാരുതിയായിട്ട് ബന്ധപ്പെട്ട് ജെനുവിൻ പാർട്സ് ഉപയോഗിക്കാന്നുള്ള സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സംഭവമാണ്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ശരിക്കും ഇന്നലെയും മിന്നാന്നൊക്കെ ആയിട്ടാണ് ഇങ്ങനൊരു ചർച്ച വരുന്നത്, അത് റൈവ് ഫോർ വീഡിയോ ചെയ്യാന്നുള്ളത്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ എനിക്ക് ഇന്നത്തെ ഷെഡ്യൂൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാം കംപ്ലീറ്റ് ആയി. പക്ഷെ അതിനിടയിൽ നമുക്ക് അവസരം തന്നു. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മകൻ നമ്മളുടെ കൂടെ ഫുൾ ടൈം അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നു, ഐ മീൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, ഷഹബാസ്. അതുപോലെ ഷഹസാദ് ഇവിടെ ഉണ്ട്, വാ. അതുപോലെ നമ്മൾ സുഹൃത്തുണ്ട്, പുള്ളിയാണ് ശരിക്കും നമ്മളെ ഇത് കണക്ട് ചെയ്ത് തരുന്നത്. ഷഹസാദിൻ്റെ ക്ലാസ്മേറ്റ് ആണ്. പേരെന്തായിരുന്നു? സെൽസാൽ. രണ്ട് നല്ല പേരുകളാണ്. ഇവരിവിടെ 10th പഠിക്കുകയാണ്. ഇതാണ് മകൻ. ഇവർ രണ്ടാളും നമ്മളുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. സോ ഇതാണ് ഓൾ അബൌട്ട് നമുക്ക് റൈവ് ഫോറിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ഓണറിനും പങ്കുവെക്കാനുള്ള വിഷയം നമ്മൾ സംസാരത്തിനിടയിൽ ഒരുപാട് തവണ പറഞ്ഞിരുന്നു. എങ്ങനെ ഇത് ഇങ്ങനെ മിണ്ടായിട്ട് കൊണ്ടെടുക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. കൺഗ്രാറ്റ്സ്, നിങ്ങളൊരു ഓജിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.